നമസ്കാരം യൂട്യൂബ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നടന്ന സംഭവം ഡയറക്റ്റഡ് ബൈ വിഷ്ണു നാരായണൻ, എഴുതിയിരിക്കുന്നത് രാജേഷ് ഗോപിനാഥൻ. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിലൊരു സ്ക്രീൻ പ്ലേ ആള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ആകെ കൂടി ഒരു പാട്ട് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് സിനിമയിൽ. അത് ഫസ്റ്റ് തന്നെ പിന്നെ പാട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഫാമിലി പടം ആണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഒരു പാട്ടുകളും കാര്യങ്ങളും ഒന്നും ഈ സിനിമയിൽ ഇല്ല കേട്ടോ. പിന്നെ കാസ്റ്റിംഗ് സുരാജ് വെഞ്ഞാറമൂടുണ്ട്, ബിജു മേനോൻ ഉണ്ട്, ശ്രുതി രാമചന്ദ്രൻ ഉണ്ട്, ലിജോ മോൾ ജോസ് ഉണ്ട്, പിന്നെ നമ്മുടെ ലാലു ലക്സ് ഉണ്ട്, ജോണി ആന്റണി ഉണ്ട്, പിന്നെ സുധി കോപ്പയുണ്ട്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടർ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ ക്യാരക്ടറെ പറ്റിയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫ് പടം തുടങ്ങുന്ന തന്നെ ഒരു നല്ലൊരു ഹൗസിംഗ് കോളനിയൊക്കെ കാണിച്ച് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലെ കുറച്ച് ആൾക്കാരുണ്ട്. ഒരു ഹൗസിംഗ് കോളനിയിലത്തെ തലതൊട്ടപ്പന്മാരെന്നൊക്കെ പറയുന്ന എല്ലാ സ്ത്രീ ജനങ്ങളുടെയും ഭർത്താക്കന്മാര് അവരെയൊക്കെ കാണിച്ചിട്ടാണ് ആ സിനിമ തുടങ്ങുന്നത് തന്നെ. പിന്നെ അവിടുന്ന് ഈ ലിജോ മോൾ ജോസിന്റെയും സുരാജ് വെഞ്ഞാറമൂടിന്റെയും ഒരു ഫാമിലി, സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടറിന്റെ കാര്യമൊക്കെ പറയാം. ആ ഒരു ഫാമിലി, പിന്നെ ബിജു മേനോന്റെയും ശ്രുതി രാമചന്ദ്രനും ഒരു ഫാമിലി. അങ്ങനെ കുറെ ഹൗസിംഗ് കോളനികളിൽ അവരെ ഇങ്ങനെ എടുത്തെടുത്ത് താമസിക്കുന്ന ഓരോരുത്തർ വീട്ടുകാര് അവരുടെ ഒത്തുകൂടലും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് സിനിമ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ അവിടെ നിന്ന് തുടർന്ന് നമ്മുടെ ബിജു മേനോന്റെ ഉണ്ണിയേട്ടന്റെ ഫാമിലി വന്നതിന് ശേഷം പിന്നെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ചെറിയൊരു ട്വിസ്റ്റോട് കൂടിയിട്ട്, ട്വിസ്റ്റ് ഒന്നല്ല, ഒരു ചെറിയൊരു ത്രില്ലിങ് എലമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് സിനിമ നമ്മളെ പറഞ്ഞ് പോകുന്നത് തന്നെ. അധികം സ്പോയിലർ ആക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കഥ മുഴുവൻ പറഞ്ഞു പോകണ വലിയും. അപ്പൊ അങ്ങനെ ഇങ്ങനെ പോവാണ് സിനിമ. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഒരു ഇന്റർവെല്ല് ബ്ലോക്ക് ഒക്കെ അത്യാവശ്യം രസകരമായിട്ട് നല്ല ചെറുതായിട്ടൊരു ത്രില്ല് എലമെന്റ്സ് ഒക്കെ തന്നുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് തന്നെ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു ത്രില്ല് കുറച്ച് സ്ഥലത്തൊക്കെ നിലനിർത്താൻ ആയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് രംഗങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടൊക്കെ തന്നെയാണ്. പിന്നെ അവസാനം ഒരു ചെറിയൊരു മെസ്സേജ് ഒക്കെ തന്നിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പൊ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാം. സുരാജ് വെഞ്ഞാറമൂട് അജിത്തേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഫിനെ ഫുള്ളായിട്ട് തന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഭർത്താവ്. അതായത് ഭർത്താവാണ് ഏറ്റവും വലിയ ഒരു സംഭവം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവം. പിന്നെ നമ്മുടെ ബിജു മേനോന്റെ ക്യാരക്ടർ ഉണ്ണിയേട്ടൻ. എല്ലാവരും ആ കോളനിയിലെല്ലാം ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ബിജു മേനോന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബിജു മേനോന്റെ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ എങ്ങനെയാന്നുള്ള ഒരു കാര്യം ഒക്കെ ഈ ശ്രുതി രാമചന്ദ്രൻ പറയുന്നുണ്ട്. അതായത് പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും ജെല്ലായി, എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് കമ്പനിയാവും, അങ്ങനെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അതൊന്നും ഈ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഗ്യാങ്ങിനൊന്നും ഇഷ്ടപ്പെടാണ്ട് വരുന്ന തരത്തിൽ അങ്ങനെ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കുറെ ഒരു സദാചാരം കളിച്ച് നടക്കുന്ന കുറെ പേർക്കൊക്കെ ഒരു കുറച്ച് കൊള്ളിച്ചു കൊണ്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്. പല പല ഫാമിലികളുണ്ട്, പല പല സ്വഭാവങ്ങളുള്ള ഫാമിലികൾ. അപ്പൊ അതൊക്കെ കാണാൻ പറ്റും ഈ സിനിമയിൽ. അത്യാവശ്യം സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടർ അത്യാവശ്യം നമ്മളെയൊക്കെ നമുക്കൊരു ദേഷ്യം തോന്നുന്ന തരത്തിലാണ് സുരാജന്റെ ആ ഒരു ക്യാരക്ടർ, അജിത്തേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തേക്കണം. നമുക്ക് അവസാനം ഒന്ന് പൊട്ടിക്കണം എന്ന തരത്തില് ആ ഒരു തരത്തിലേക്ക് വരാൻ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു അഭിനയം കാര്യങ്ങളൊക്കെ സുരാജേട്ടൻ പുറത്തെടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ കോമഡി കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ആവറേജ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫാമിലി ഓഡിയൻസിന് എന്തായാലും പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മൂവി ആണ് നടന്ന സംഭവം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് തിയേറ്ററിൽ പോയി കാണുക. എന്നിട്ട് കമന്റ് താഴെ വന്നിട്ട് കമന്റ് ചെയ്യാം, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പടം തേന്ന് റിലീസായിട്ടുള്ളൂ. എവിടെയും ബോറടിപ്പില്ല. ഫസ്റ്റ് ഹാഫ് ഒന്നും ബോറടിപ്പിക്കില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി മൂവിയാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് വേണം സിനിമ കാണാൻ പോകാൻ. നല്ല ഒരു മൂവിയാണ്, പോയി കാണുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.